എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു വിനീസ് ടേസ്റ്റി കോർണർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും യമ്മി ആയിട്ടുള്ള കോളിഫ്ലവർ കുറുമയാണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400-450 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ് അതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ചെറിയ പുഴു പ്രാണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോവാനായിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, അത്രയും മതിയാവും. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതിയാവും. പിന്നെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് സെയിം പാനിലേക്ക് തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു 2 ഏലക്കായ, ഒരു 4 ഗ്രാമ്പൂ, ചെറിയൊരു പീസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇപ്പോൾ വലുതാണെങ്കിൽ ഒരു സവാള മതിയാവും. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറെല്ലാം ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇതുപോലെ കളറെല്ലാം മാറി വരുമ്പം ഇനി നമുക്കിതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമണമെല്ലാം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറിയ പീസസ് ആക്കി മുറിച്ചതാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതധികം പുളിയില്ലാത്ത തക്കാളിയാണ്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയെല്ലാം പെട്ടെന്ന് കുക്കായി വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തത്. നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറണം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് കുക്കാവും, നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരും. ഇപ്പോൾ നന്നായിട്ട് മസാലയെല്ലാം കുക്കായി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കോളിഫ്ലവർ വേവാനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ 1/2 കപ്പെല്ലാം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ അരച്ച മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പോലെ അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി തക്കാളിയിലും കോളിഫ്ലവറിലും ഉപ്പ് ചേർത്താണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയിലെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കറി ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.